വട്ടയപ്പവും വറുത്തരച്ച ബീഫ് കറി. വട്ടയപ്പത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: പച്ചരി, തേങ്ങ, തരി കുറുക്കിയെടുത്തത്, ഈസ്റ്റ്, വെള്ളം, പഞ്ചസാര, ഏലക്ക, ഉപ്പ്. നമുക്ക് പച്ചരീനെ 3-4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുക്കാം. ഇനി നമുക്ക് തരി കുറുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് തന്നെ കുതിർത്തി വെച്ചിരിക്കുന്ന അരിയിൽ നിന്ന് കുറച്ച് അരി എടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തിരിക്കുന്ന മാവിൽ നിന്ന് 3 സ്പൂൺ മാവ് എടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയിടുക. കുറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും ചെറു തീയിലിട്ടിട്ട് കുറുക്കിയിടുക. ഇപ്പോൾ തരി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ തരി കുറുക്കി ചേർക്കുന്നത് വട്ടയപ്പത്തിന് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ബാക്കി ഉള്ള പച്ചരിയും തേങ്ങയും ഈസ്റ്റും തരി കുറുക്കിയതും ആവശ്യത്തിന് വെള്ളവും പിന്നെ തേങ്ങയുടെ വെള്ളം ഉണ്ടെങ്കിൽ തേങ്ങയുടെ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഒരു വലിയൊരു പാത്രത്തിലാക്കിയിട്ട് വയ്ക്കുക. 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ നമുക്ക് വട്ടയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം ചുടാം. ശരിക്കും വട്ടയപ്പം ചുടുമ്പോൾ ഈസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് കലക്കി വെക്കേണ്ട ആവശ്യമില്ല. അത് മിക്സിയിൽ നമ്മൾ എല്ലാവരും കൂടിയിട്ട് അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടിയിട്ട് അരച്ചാലും ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വരും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏലക്കയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നന്നായിട്ട് പരന്നിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ നമുക്ക് എണ്ണ തടവാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് കോരി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഈ മാവ് ഒഴിക്കുമ്പോൾ പാത്രത്തിലേക്ക് നിറച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപ്പം വെന്ത് വരുമ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ നമ്മൾ പാത്രത്തിൽ പകുതി മാവ് ഒഴിച്ചാൽ മതി. നമുക്ക് മൂടി വെച്ചിട്ട് വട്ടയപ്പത്തിന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അപ്പം മുറിച്ചെടുക്കാം. മാവ് അരച്ചെടുക്കുമ്പോൾ പഞ്ചസാരയും കൂടി കൂട്ടി അരച്ചെടുക്കണം. കറി വയ്ക്കാൻ വേണ്ട സാധനങ്ങൾ: ബീഫ്, തേങ്ങ വറുത്തരച്ചെടുത്തത്, ഏത്തക്കായ, സബോള, ഇഞ്ചി, വേപ്പില, തക്കാളി, ഉപ്പ്, കടുക്. നമുക്ക് തേങ്ങ വറുക്കാൻ വേണ്ട സാധനങ്ങൾ: ഏലക്കയും പട്ടയും കരിയാമ്പൂവും ജീരകവും തേങ്ങയും മല്ലിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. എങ്ങനെ നമുക്ക് തേങ്ങ എങ്ങനെ വറുത്തെടുക്കണമെന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എല്ലാ സ്പൈസസ് ഇട്ടിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും മല്ലിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങ നല്ലൊരു ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇതിലേക്ക് നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ചെറു തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് എങ്ങനെ ബീഫ് എങ്ങനെ കറി വെക്കണമെന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് വേപ്പില ഇടാം. നമുക്ക് ഇഞ്ചിയും സബോളയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. സബോള ചെറിയൊരു ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ കുത്ത് പോണവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ബീഫും തക്കാളിയും ആവശ്യത്തിന് വെള്ളവും ഏത്തക്കായയും ഉപ്പും ചേർത്തിട്ട് ചെറു തീയിലിട്ടിട്ട് നമുക്ക് ബീഫിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കറി നന്നായിട്ട് കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം.